Back, dear students. Let's continue our story. It used to be green once. We all turned our heads the other way and hoped Mr. Hadley wouldn't notice the car with our mother in it, and her yelling and tooting, and the brim of her hat jumping up and down. But instead, Mr. Hadley took off after the car and lay over the back seat on top of the shopping. Oh, the shame! But then one day, something happened that changed everything. We arrived home to find Dad in his best clothes, walking round and grinning, and not doing anything like getting the cows in, or mending a gate, or digging a drain. We said, "What are you laughing at, Dad? What are you dressed up for?" "Hey, Mom, what's the matter with Dad?" "Your dad's a rich man," she said. "Your dad, he's just won $50,000 in a lottery." At first, we couldn't believe it. Then we all began running around and laughing and yelling and hugging Dad and Mom. "We can have shoes and bags," we said, "new clothes and swimming toques and proper apples and pears." Then do you know what Dad said? Dad said, "Mom can have a new car." This really astounded and amazed us. We went numb with excitement for few minutes, then began hooting and shouting again and knocking Mom over. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരുന്നത് ഇറ്റ് യൂസ് ടു ബി ഗ്രീൻ വൺസ് എന്ന് പറഞ്ഞ സ്റ്റോറിയാണ്. അതിൻ്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ കുട്ടികൾ നടന്നിട്ടാണ് പിന്നെ സ്കൂൾ വിട്ടിട്ട് വീട്ടിലേക്ക് വരുന്നത്. കാരണം അമ്മ ഈ കാറുമായിട്ട് പോകുന്നത് കുട്ടികൾക്ക് ഒരു ഷെയിമാണ്. അപ്പോൾ ബസ്സിലുള്ള മറ്റുള്ള ഫ്രണ്ട്സും മറ്റുമൊക്കെ കാണുമെന്നുള്ളതിലാണ് അവരെന്താണ് പിന്നീട് നടന്നു പോകാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ഗേൾസിന് നടക്കാൻ ഇഷ്ടമാണ്. കാരണം അവരുടെ പുതിയ ടീച്ചറായ മിസ്റ്റർ ഹാഡ്ലി കൂടെയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം നടന്നു വരുന്ന സമയത്താണ് അമ്മയുടെ ടൂട്ടിങ് സൗണ്ട് എന്ന് വെച്ചാൽ കാറിൻ്റെ ആ ഒരു ടൂട്ടിങ് സൗണ്ടുമായിട്ട് അമ്മ വരുന്നത് ഇവർ കേൾക്കുന്നത്. അപ്പോൾ നമ്മുടെ നറേറ്ററിന് തോന്നുകയാണ് തൻ്റെ മുന്നിലുള്ള ഈ ഗ്രൗണ്ടിൽ എന്താണ് ഒരു ഹോൾ ഉണ്ടായിട്ട് താൻ അതിൽ ഡിസപ്പിയർ ആയി പോയിരുന്നെങ്കിലെന്ന്, അല്ലെങ്കിൽ അതിൽ ഫോളായിട്ട് ഡിസപ്പിയർ ആയി പോയിരുന്നെങ്കിലെന്ന്. കാരണം അവൾക്ക് വളരെ നാണക്കേടായിട്ട് തോന്നുകയാണ്. അങ്ങനെ അമ്മ ഇവിടെ അടുത്തെത്തുമ്പോൾ ചിരിച്ചും കൊണ്ട് ചോദിക്കുന്നുണ്ട്, ആരെങ്കിലും റൈഡിനുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഓടിയിട്ട് എന്നുവെച്ചാൽ കാറിൽ കയറണമെന്ന് പറയാണ്. കാരണം ബ്രേക്കില്ലല്ലോ, കാരണം നിർത്തി അവരെ കയറ്റാനൊന്നും കഴിയില്ല. അപ്പോൾ ഇതൊക്കെ ശരിക്കും കുട്ടികൾക്ക് വളരെ നാണക്കേടായി തോന്നുകയാണ്. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യാണ്, അമ്മ ചോദിച്ച ആ ഒരു ചോദ്യത്തിന് നേരെ നോക്കാതെ എന്താണ് തല തിരിക്കുകയാണ്. വി ഓൾ ടേൺ അവർ ഹെഡ്സ് ദ അതർ വേ. എന്നിട്ട് കുട്ടികൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്, മിസ്റ്റർ ഹാഡ്ലി ഇങ്ങനെ ചെയ്താൽ മിസ്റ്റർ ഹാഡ്ലിയോ എന്താണ് കാറ് ശ്രദ്ധിക്കില്ല, കാറിലുള്ള തങ്ങളുടെ അമ്മയെയും ശ്രദ്ധിക്കില്ല എന്നാണ്. പക്ഷെ അവരെന്താണ് ടൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് അവർ ഹാറ്റ് ഇട്ടിട്ടാണ് പോവാന്ന് പറഞ്ഞല്ലോ. അവരുടെ ഹാറ്റൊക്കെ എന്താണ് മേലോട്ടും താഴോട്ടും ഇങ്ങനെ ഇതായും കൊണ്ട് നിൽക്കുന്നുണ്ട്, ചാടി കളിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഹാഡ്ലി അത് ശ്രദ്ധിക്കില്ല എന്നാണെങ്കിൽ പോലും ഹാഡ്ലി എന്താ ചെയ്തതെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ കാറിലേക്ക് ചാടി കയറുകയാണ്, ബാക്ക് സീറ്റിലേക്ക്. ഷോപ്പിംഗ് കഴിഞ്ഞ് വരികയാണല്ലോ, അപ്പോൾ ടോപ്പ് ഓഫ് ദ ഷോപ്പിങ്ങിൻ്റെ മേലേക്ക് എന്താണ് ബാക്ക് സീറ്റിലേക്ക് ചാടി കയറുകയാണ്. അപ്പോൾ ഞങ്ങൾക്കത് നാണക്കേടായി തോന്നുകയാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ദിവസം എന്താണ് അതുവരെ പ്രതീക്ഷിക്കാത്ത പെട്ടെന്നൊരു വലിയൊരു മാറ്റമാണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അവരൊരു ദിവസം വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഡാഡി അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് ക്ലോത്ത്സിൽ നിൽക്കുന്നുണ്ട്. വളരെ ഭംഗിയുള്ള ഡ്രസ്സൊക്കെ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വളരെ പുഞ്ചിരിയോടുകൂടി നടക്കുന്നുണ്ട് ഡാഡി. വേറെ ഒന്നും ചെയ്യുന്നില്ല. പൊതുവേ ഇവർ വീട്ടിൽ വരുന്ന സമയത്ത് ഒന്നുകിൽ ഡാഡി ഈ കൗസുമായിട്ട് അല്ലെങ്കിൽ പശുക്കളുമായിട്ട് എന്തെങ്കിലും ചെയ്യായിരിക്കും, അല്ലെങ്കിൽ ഗേറ്റ് മെൻഡ് ചെയ്യായിരിക്കും, അല്ലെങ്കിൽ ഡ്രെയിനേജ് ഉണ്ടാക്കുകയായിരിക്കും, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷേ ഇന്ന് ഡാഡി ഒന്നും ചെയ്യുന്നില്ല. ചിരിച്ചും കൊണ്ട് ബെസ്റ്റ് ക്ലോത്ത്സൊക്കെ ഇട്ട് അവിടെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, എന്ത് പറ്റി ഡാഡി, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അല്ലെങ്കിൽ എന്താണ് ഇത്ര നന്നായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് നിൽക്കുന്നതെന്ന് ചോദിച്ചു.
എന്നിട്ട് മമ്മിനോട് ചോദിച്ചു, എന്താണ് മമ്മി, എന്താണ് ഡാഡിക്ക് പറ്റിയതെന്ന് ചോദിച്ചു. അപ്പോൾ മമ്മി എന്താ പറയുന്നത്, ഡാഡ് ഒരു റിച്ച് മാൻ ആയിരിക്കുകയാണ്. നിങ്ങളറിഞ്ഞോ, നിങ്ങളുടെ ഡാഡിക്ക് എന്താണ് $50,000 ലോട്ടറിയിൽ അടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ലോട്ടറി അടിച്ചിട്ടുണ്ട്, അത് $50,000 ആണെന്ന് കുട്ടികളടുത്ത് അമ്മ പറഞ്ഞു കൊടുത്തു. ഫസ്റ്റ് ഒന്നും എന്താണ്, ഞങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, ഞങ്ങൾക്ക് ഒരിക്കലും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ഞങ്ങൾ എന്ത് ചെയ്തു, ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയപ്പോൾ ഞങ്ങളത് ഓടി, എന്നുവെച്ചാൽ ഡാഡിക്ക് ചുറ്റും ഓടി, വളരെ ചിരിച്ചുകൊണ്ട് ആർത്ത് വിളിച്ചുകൊണ്ട് ഡാഡിയെയും മമ്മിയെയും എന്താണ് ഹഗ് ചെയ്യാണ് കുട്ടികൾ. എന്നിട്ട് ഇവർ പറയുകയാണ്, ഇനി ഞങ്ങൾക്ക് ഷൂസ് ഉണ്ടായിരിക്കും, ബാഗ്സ് ഉണ്ടായിരിക്കും, പുതിയ ക്ലോത്ത്സ് ഉണ്ടായിരിക്കും, പിന്നെയോ സ്വിമ്മിങ് ടോക്സ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഇനി പ്രോപ്പർ ആപ്പിൾസും പിയേഴ്സും ഒക്കെ കൊണ്ടുപോകാം സ്കൂളിലേക്ക്. ഇതുവരെ അങ്ങനെ ആയിരുന്നില്ല അവരുടെ അവസ്ഥ. അവർക്ക് നല്ലൊരു സ്വിമ്മിങ് ടോക്സ് ഉണ്ടായിരുന്നില്ല. പിന്നെ അതെന്ന് വെച്ചാൽ അൾട്ടർ ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ചെയ്തുകൊണ്ടൊക്കെയാണ് അവർക്ക് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടുകൊടുത്തിരുന്നത്. അതുപോലെ ഷൂസും ബാഗ്സും ഒന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ ഫ്രൂട്ട്സ് ആണെങ്കിലും നല്ലതൊന്നും ആയിരുന്നില്ല, ഫ്രഷ് ഒന്നും ആയിരുന്നില്ല കൊണ്ടുപോയിരുന്നത്. അപ്പോൾ ഇനി അതൊക്കെ ഉണ്ടാവും എന്നുള്ള സന്തോഷത്തിലാണ് കുട്ടികൾ. Then do you know what dad said? ഡാഡ് എന്താണ് അപ്പോൾ പറഞ്ഞതെന്നറിയൂ. ഇനി മമ്മിക്ക് എന്ത് ചെയ്യും, ഒരു പുതിയ കാർ ഉണ്ടായിരിക്കും എന്നാണ് ഡാഡി പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വാർത്ത ശരിക്കും കുട്ടികൾക്ക് വളരെ ഷോക്ക് ആവുകയാണ്, അല്ലെങ്കിൽ അതൊരു സർപ്രൈസ് ആവുകയാണ്. അത് ശരിക്കും കുട്ടികളെ അമേസ്ഡ് ആക്കുകയാണ്. അപ്പോൾ അവരൊരു മരവിച്ച അവസ്ഥയിലായിപ്പോയി, എക്സൈറ്റഡ് ആയിട്ട് മരവിച്ച അവസ്ഥയിലായിപ്പോയി ഒരു 5 മിനിറ്റ്. കാരണം ഇവർക്കൊക്കെ കാർ ഇഷ്ടമാണ്, പക്ഷെ മറ്റേ കാറിൻ്റെ അവസ്ഥ അങ്ങനെ ആയിരുന്നില്ല. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ അവരെ നാണം കെടുത്തുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഒരു പുതിയ കാർ വരിക എന്ന് പറഞ്ഞപ്പോൾ ഇവർ വളരെ എക്സൈറ്റഡ് ആവുകയാണ്. എന്നിട്ട് അവരെന്ത് ചെയ്യാണ്, ഹൂട്ട് ചെയ്തുകൊണ്ട് ഷൗട്ട് ചെയ്തുകൊണ്ട് അമ്മയ്ക്ക് ചുറ്റും എന്താണ് ഓടിക്കളിക്കുകയാണ്. എന്നിട്ട് അമ്മയുടെ അടുത്ത് എന്താ പറയുന്നത്, എ ന്യൂ കാർ ഗെറ്റ് അസ് എ പാക്കറ്റ് മാം, ഒരു ഡിസോട്ടോ, യെസ് ഗെറ്റ് ദിസ് ഗെറ്റ് ദാറ്റ്. എന്നിട്ട് പുതിയ കാർ എടുക്കുകയാണല്ലോ, അപ്പോൾ ഏത് കാർ എടുക്കണം എന്ന് അവരുടെ സജഷൻസ് പറയുകയാണ്. പാക്കേഡ് എടുക്കൂ, ഡിസോട്ടോ എടുക്കൂ, അങ്ങനെ ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ പറയുകയാണ്, ഇതെടുക്കൂ അതെടുക്കൂ എന്നൊക്കെ. വെൽ, മാം ബോട്ട് എ ബിഗ് ഷൈനി ഗ്രീൻ ഷെവ്രോലെറ്റ് ആൻഡ് ഡാഡ് ഗോട്ട് എ ന്യൂ കൗഷെഡ് വിത്ത് everything modernized and water gushing everywhere. We all got our new clothes, shoes, bags, toques, and we even started taking posh lunches to school. Sandwiches cut in triangle, bottles of cordial, crisp apples and pears and yellow bananas. അങ്ങനെ അമ്മ എന്താ വാങ്ങുന്നത്, ഒരു ബിഗ് ഷൈനി ഗ്രീൻ ഷെവ്രോലെറ്റ് കാറാണ് വാങ്ങുന്നത്. പിന്നെ ഡാഡി എന്താ ചെയ്യുന്നത്, പുതിയ കൗഷെഡ് ഉണ്ടാക്കുകയാണ്. പുതിയൊരു കൗഷെഡാണ് ലോട്ടറി കിട്ടിയത്, ഡാഡിക്ക് കിട്ടിയത്. ആ കൗഷെഡ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും എന്താണ്, മോഡേണൈസ്ഡ് ആണ്. വാട്ടറൊക്കെ ഒരുപാട് ഗഷ്, എല്ലായിടത്തുനിന്നും വാട്ടർ ഗഷ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വളരെ മോഡേണൈസ്ഡ് ആയിട്ടുള്ള ഒരു കൗഷെഡാണ് ഡാഡിക്ക് ഉണ്ടായത്. അതുപോലെ കുട്ടികൾക്കോ പുതിയ ക്ലോത്ത്സ്, ഷൂസ്, ബാഗ്സ്, ടോക്സ്, അതുപോലെ തന്നെ സ്കൂളിൽ കൊണ്ടുപോകാൻ പോഷ് ലഞ്ചസ്, അതുപോലെ സാൻഡ്വിച്ചസ് കട്ട് ഇൻ ട്രയാങ്കിൾ, അതുപോലെ തന്നെ ബോട്ടിൽസ് ഓഫ് കോർഡിയൽ, എന്നുവെച്ചാൽ സ്കോഷ്, പിന്നെ ക്രിസ്പ് ആപ്പിൾസ്, പിയേഴ്സ്, യെല്ലോ ബനാനാസ്, അങ്ങനെയുള്ള ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം ആണ് കുട്ടികൾക്ക് കിട്ടുന്നത്. And somehow all of us kids changed. We started acting like we were somebody instead of ordinary like before. We used to want to dad for money to spend and he would always give it to us. Every week we would nag mom into taking us to the pictures, or if she was tired we would go ourselves by taxi. We got flush bedspreads and a piano and we really thought we were neat. As for the old car, we made dad take it to the dump. We never wanted to see it again. We all cheered when he took it away except for mom. Mom stayed inside where she couldn't watch, but we all stood outside and cheered. അപ്പോൾ കുട്ടികളുടെ ജീവിതം മൊത്തം മാറാണ്, എല്ലാ തരത്തിലും അവർ മാറുകയാണ്. അവരെന്താണ് പിന്നീട് ഇതുവരെ സാധാരണക്കാരെ പോലെ ജീവിച്ചിരുന്നവർ അങ്ങനെയല്ല എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്യാൻ തുടങ്ങുകയാണ്.
അതുപോലെ തന്നെ കുട്ടികൾ എപ്പോഴും ഡാഡിയുടെ അടുത്ത് മണി ചോദിക്കുകയാണ്, ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ചോദിക്കുകയാണ്. ഡാഡി ആണെങ്കിൽ അത് എപ്പോഴും കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. അതുപോലെ തന്നെ അമ്മയുടെ അടുത്ത് സിനിമ കാണാൻ കൊണ്ടുപോകാൻ പറയും എപ്പോഴും. എല്ലാ ആഴ്ചയിലും എല്ലാ പ്രാവശ്യം അമ്മയുടെ അടുത്ത് സിനിമ കാണാൻ കൊണ്ടുപോകും. ഇനി അമ്മ ടയേർഡ് ആണെന്നുണ്ടെങ്കിൽ അവർ തന്നെ ടാക്സിയിൽ പോവും. അതുപോലെ തന്നെ എല്ലാം അവരുടെ ആ ഒരു ഓർഡിനറി ലൈഫ് മാറുകയാണ്. അവരങ്ങനെ ആക്ട് ചെയ്യുകയാണ്. പിന്നീട് അവർ വേറെ ആരോ ആണ്, എക്സ്ട്രാ ഓർഡിനറി ആണെന്നുള്ള രീതിയിൽ, ആരോ ഒക്കെയോ ആണ് എന്നുള്ള രീതിയിൽ അവർ ആക്ട് ചെയ്യുകയാണ്. അങ്ങനെ പിന്നെ ഓൾഡ് കാർ ഇപ്പോഴും അവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഓൾഡ് കാർ എന്ത് ചെയ്യണം? അപ്പോൾ ഡാഡിയെ അടുത്ത് അവർ നിർബന്ധം പിടിച്ച് അത് വേസ്റ്റിലേക്ക് കളയാൻ അല്ലെങ്കിൽ ഡമ്പിലേക്ക് കളയാൻ പറയുകയാണ്. അങ്ങനെ വി നെവർ വാണ്ടഡ് ടു സീ ഇറ്റ് അഗെയിൻ എന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കാറാണ് ഞങ്ങളെ ജീവിതം ആകെ നാണക്കേട്ടിലാക്കിയത്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് എന്ത് ചെയ്യണ്ട, ആ കാർ ഇനി കാണണ്ട. അപ്പം ഡാഡി അത് എടുത്തു കൊണ്ടുപോകുന്ന സമയത്ത് ഞങ്ങൾ വളരെ സന്തോഷത്തിലായിരുന്നു. അമ്മയല്ലാത്ത എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു. അമ്മ എന്ത് ചെയ്തു? അകത്ത് തന്നെ ഇരുന്നു. കാരണം അമ്മക്കത് കാണാൻ കഴിയുമായിരുന്നില്ല. പക്ഷെ ഞങ്ങളെല്ലാവരും ഔട്ട്സൈഡിൽ നിന്ന് വളരെ ചിയർ ചെയ്തു എന്നാണ് പറയുന്നത്. We all changed as though we were really somebody. But there was one thing I noticed. Mom didn't change at all, and neither did Dad. Mom had a new car, all right, and a couple of new dresses and a new pair of galoshes to put over her slippers. And Dad had a new modern milking shed and a tractor and some other gadgets for the farm. But Mom and Dad didn't change. They were the same as always. അപ്പോൾ ഞങ്ങൾ കുട്ടികളെല്ലാവരും ചേഞ്ച്ഡായി. ഞങ്ങൾ വേറെ ആരൊക്കെയോ എന്ന പോലെയാണ് പിന്നീട് ഞങ്ങൾ ജീവിച്ചത്. പക്ഷെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു എന്നാണ് നറേറ്റർ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ മം ഒരിക്കലും എന്താണ് ചേഞ്ച്ഡ് ആയില്ല. അതുപോലെ തന്നെ ഡാഡും. ശരിയാണ്, മമ്മക്ക് അല്ലെങ്കിൽ അമ്മക്ക് എന്താണ് ന്യൂ കാറ് കിട്ടി, അതുപോലെ തന്നെ ഒരു കപ്പിൾ ഓഫ് ന്യൂ ഡ്രസ്സസ് കിട്ടി, പെയർ ഓഫ് ഗലോഷ്യസ് കിട്ടി, സ്ലിപ്പേഴ്സിന് മേലെ ഇടാനും ഗലോഷ്യസ് കിട്ടി, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടി. അതുപോലെ തന്നെ ഡാഡിക്കാണെങ്കിൽ ഒരു പുതിയ മോഡേൺ മിൽക്കിംഗ് ഷെഡ് കിട്ടി, ട്രാക്ടർ കിട്ടി, അതുപോലെ തന്നെ ഫാമിങ്ങിന് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടി. പക്ഷേ ഡാഡിയും മമ്മും എന്താണ് ഒരിക്കലും ചേഞ്ച് ആയില്ല എന്നാണ് പറയുന്നത്. ദ വർ ദ സെയിം ആസ് ഓൾവേസ്. അവരെല്ലായ്പ്പോഴും സെയിം ആയിരുന്നു. പണ്ട് എങ്ങനെയായിരുന്നു അവരുടെ ആ ക്യാരക്ടർ, ഏത് രീതിയിലാണോ അവർ ജീവിച്ചത്, അതുപോലെ തന്നെയാണ് ഈ ഒരു ലോട്ടറി അടിച്ചിട്ടും പിന്നീട് അവർ ജീവിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റേ പറഞ്ഞിരുന്നു ഇത് മയോറി കമ്മ്യൂണിറ്റിയുടെ സ്റ്റോറിയാണ്. അവർ ബിലോങ്ങിങ്സിന്, അവർ പൊസിഷൻസിനൊന്നും അല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവർ റിലേഷൻഷിപ്സിനെയാണ് വാല്യൂ ചെയ്യുന്നത്. അവർ സൊസൈറ്റിയിലുള്ള റിലേഷൻഷിപ്സിനെയാണ് വാല്യൂ ചെയ്യുന്നത്. ബന്ധങ്ങൾക്ക് അതുപോലെ സ്നേഹത്തിനും ഒക്കെ എന്താണ് മൂല്യം കൊടുക്കുന്നവരാണ് മയോറി കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ. അപ്പോൾ ഈ എൽഡേഴ്സ് എന്ന് പറഞ്ഞാൽ അമ്മയും ഡാഡിയും ഒക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ജീവിച്ചവരാണ്. അപ്പോൾ അവർ റിലേഷൻഷിപ്സിന് വളരെ വാല്യൂ കൊടുക്കുന്നു. അവർ എത്രത്തോളം പണക്കാരായാലും പോലും അതൊന്നും ആ മൂല്യങ്ങളൊന്നും അവർക്ക് നഷ്ടപ്പെടുന്നില്ല എന്നുള്ള രീതിയിലാണ് സ്റ്റോറി വരുന്നത്. Mom still went shopping every Wednesday. But instead of having to do all the shopping herself, she was able to take all her friends and relations with her. She had to start out earlier so she would have time to pick everyone up on the way. How angry we used to be when Mom went past with her same old sun hat and her heap of friends and relations and them all waving and calling out to us. Mom sometimes forget that the new car had brakes, especially when she was approaching the old bridge and we were coming the opposite way in the school bus. She would start tooting and the bus would have to pull over and let her through. That's when all our aunties and uncles and friends would start waving and calling out. But some of them wouldn't wave because they were too scorched by people and shopping. They would just yell, "How shaming!" There were always ropes everywhere over Mom's new car, holding bags of things and shovel handles to the roof and sides. The boot was always hanging open because it was too full to close. Things used to drop onto the road all the time. And the new car, it used to be green once because if you look closely, you can still see some patches of green paint here and there.
അപ്പോൾ എന്താണ് അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. കാരണം പണ്ടത്തെ പോലെ അമ്മ ഇപ്പോഴും എന്താണ് എല്ലാ വെനസ്ഡേയിലും ഷോപ്പിങ്ങിന് പോകുന്നുണ്ട്. അന്ന് ഒറ്റക്കാണ് ഷോപ്പിങ്ങിൽ പോയിരുന്നത്, കാരണം വണ്ടി എവിടെയും നിർത്തിയിട്ട് ആളുകളെയൊന്നും കയറ്റാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്ന് അവർക്ക് എന്തിനൊക്കെ കഴിയും, ഫ്രണ്ട്സിനെയും റിലേഷൻസിനെയും ഒക്കെ കൂടെ കൊണ്ടുപോകാൻ കഴിയും. കാരണം കാർ ബ്രേക്ക് നിർത്താനൊക്കെ കഴിയുമല്ലോ, അതുകൊണ്ട് ആളുകളെയും കയറ്റാം. അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങും. എങ്കിൽ മാത്രമേ വഴിയിലുള്ളവരൊക്കെ ആവശ്യമുള്ളവരൊക്കെ പിക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് ദേഷ്യം വരികയാണ്. അമ്മ എന്താണ് പണ്ടത്തെ പോലെ തന്നെ പുതിയ ജീവിതത്തിൻ്റെ മാറ്റമൊന്നും അമ്മയെ ബാധിച്ചിട്ടില്ല. അപ്പോൾ അമ്മ പഴയ പോലെ തന്നെ ആ ഒരു ഓൾഡ് സൺ ഹാറ്റും വെച്ച് ഫ്രണ്ട്സിനെയും റിലേഷൻസിനോടൊക്കെ വേവ് ചെയ്ത് അവരൊക്കെ കോൾ ചെയ്തുകൊണ്ട് തുടർന്ന് പോരുകയാണ്. അപ്പോൾ അത് ഞങ്ങളെ ദേഷ്യം പിടിപ്പിക്കുകയാണ്. അപ്പം അമ്മ എന്താണ് ഒരു കാര്യം ചിലപ്പം മറക്കും, കാരണം ഇത് പുതിയ കാറാണെന്നും ഇതിന് ബ്രേക്ക് ഉണ്ടെന്നുമുള്ള കാര്യം മറക്കും. പ്രത്യേകിച്ചും അവരത് മറക്കുക ആ ഒരു ഓൾഡ് ബ്രിഡ്ജിൽ എത്തുമ്പോഴാണ്. പണ്ട് സ്കൂൾ ബസ്സുമായിട്ട് ചിലപ്പോഴും അപ്രോച്ച് ചെയ്തിരുന്ന ആ ഒരു ഓൾഡ് ബ്രിഡ്ജ് ഉണ്ടല്ലോ, ആ ഒരു ഓൾഡ് ബ്രിഡ്ജിൽ എത്തുമ്പോഴാണ് അവർ സ്കൂൾ ബസ് ഓപ്പോസിറ്റിൽ വരുന്ന സമയത്താണ് അമ്മ ഈ ഒരു കാര്യം പ്രത്യേകിച്ചും മറക്കുക, ബ്രേക്ക് ഈ ഒരു കാറിനുണ്ട് എന്നുള്ള കാര്യം. അവർ പണ്ടത്തെ പോലെ തന്നെ ടൂട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ബസ് എന്ത് ചെയ്യും, മാറിക്കൊടുക്കും, അവർക്ക് പോകാനുള്ള വഴിയിൽ മാറിക്കൊടുക്കും. അതുപോലെ തന്നെ ഈ കാറിൽ ആൻറ്റീസും അങ്കോസും ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരിക്കും, അവരൊക്കെ വേവ് ചെയ്യും, കോൾ ചെയ്യും. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇവർക്ക് ദേഷ്യം വരാണ്, ഈ കുട്ടികൾക്ക് ദേഷ്യം വരാണ്. ഇതൊക്കെ എത്ര നാണംകേടാണ് എന്നാണ് ഇവർ കരുതുന്നത്. അതുപോലെ തന്നെ അമ്മയുടെ ഈ പുതിയ കാറിൽ എപ്പോഴും എന്താണ് എല്ലായിടത്തും റോപ്സ് ഉണ്ടായിരിക്കും, കയറുകൾ ഉണ്ടായിരിക്കും. കാരണം ഒരു ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വരുമ്പം ഈ ബാഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലോ, അത് മേലെ വെച്ചിട്ട് സൈഡ്സിൽ നിന്നൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട്, സാധനങ്ങളൊക്കെ കെട്ടി വെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് റോപ്സും ഒക്കെ തൂക്കിയിട്ടാണ് അമ്മയുടെ കാറിപ്പോൾ. അതുപോലെ തന്നെ കാറിൻ്റെ ബൂട്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓപ്പൺ രീതിയിലായിരിക്കും, കാരണം ഫുള്ളാണ്, സാധനങ്ങളൊക്കെ ഫുള്ളായിരിക്കും, ആളുകൾക്കുള്ള സാധനങ്ങളുമായിട്ട് വരെയായിരിക്കും. അപ്പോൾ ഫുൾ സാധനങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ശരിക്കും ക്ലോസ് ചെയ്യാനൊന്നും കഴിയില്ലല്ലോ അങ്ങനെ ഫുള്ള് സാധനങ്ങളാവുമ്പോൾ. അതുകൊണ്ട് തന്നെ എന്താണ് റോട്ടിൽ കൂടി ചിലപ്പോൾ സാധനങ്ങളൊക്കെ താഴ്ത്ത് വീഴാറൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് അമ്മയുടെ ഇപ്പോഴത്തെ ഈ ഒരു ലൈഫ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആൻഡ് ദ ന്യൂ കാർ ഇറ്റ് യൂസ് ടു ബി ഗ്രീൻ വൺസ്. പുതിയ കാറ് ഒരിക്കലും ഗ്രീൻ ആയിരുന്നു എന്നുള്ള രീതിയിലാണ് ഈ ഒരു സ്റ്റോറി അവസാനിപ്പിക്കുന്നത്. ബിക്കോസ് ഇഫ് യു ലുക്ക് ക്ലോസ്ലി യു ക്യാൻ സ്റ്റിൽ സീ സം പാച്ചസ് ഓഫ് ഗ്രീൻ പെയിൻറ്റ് ഹിയർ ആൻഡ് ദർ. കാരണം നമ്മൾ ക്ലോസ് ആയിട്ട് നോക്കുമ്പോൾ അതിൽ കാണാൻ കഴിയും ഗ്രീൻ പെയിൻറ്റിൻ്റെ ചില പാച്ചസ് കാണാൻ കഴിയും എന്നാണ് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞിരുന്നു കാറിൻ്റെ കളർ എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ. അങ്കിൾ റാസ് കാറ് കൊടുത്തപ്പം എങ്ങനെയാണ് നമ്മളത് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അതിൽ റെഡ് പാച്ചസ് കാണാൻ കഴിയുന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിരുന്നില്ലേ. പക്ഷെ ഇവിടെ ഇപ്പോൾ പറയുന്നത് എന്താണ്, പുതിയ കാറിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ്, അതിൽ സൂക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് യൂസ് ടു ബി ഗ്രീൻ വൺസ് എന്നാണ് പറയുന്നത്. അങ്ങനെ പുതിയ കാറാണ്, എന്നിട്ടും പാച്ചസ് ഓഫ് ഗ്രീൻ എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത്. അതെന്തുകൊണ്ടായിരിക്കും? ഇവരുടെ ലൈഫിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അമ്മ ഈ ഒരു കാറ് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും അതൊരു പുതിയ കാർ എന്നുള്ള രീതിയിൽ ഉള്ള ഒരു ശ്രദ്ധയും കാര്യങ്ങളും ഒന്നുമില്ല. അതിലും കൂടുതൽ അവർ ബന്ധങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പം അത് ഇറ്റ് യൂസ് ടു ബി ഗ്രീൻ വൺസ്, പണ്ട് ഒരു ഗ്രീൻ ആയിരുന്നു എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുകയാണ്, സ്റ്റോറിയിൽ ആ ഒരു രീതിയിൽ അവതരിപ്പിക്കുകയാണ്. ശരിക്കും എന്താണ് പുതിയ കാറാണ് എങ്കിൽ പോലും ഇറ്റ് യൂസ് ടു ബി ഗ്രീൻ വൺസ്, ഒരിക്കലും അത് ഗ്രീൻ ആയിരുന്നു എന്നുള്ള രീതിയിൽ ആണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പോൾ കൂടുതൽ മയോറി കമ്മ്യൂണിറ്റിയെക്കുറിച്ചും അവരുടെ ആ ഒരു ലാംഗ്വേജസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പേരുകളാണെന്നുണ്ടെങ്കിലും ആ ഒരു പേരുകൾ തന്നെയാണ് മയോറി ഐഡൻറ്റിറ്റീസ് കീപ്പ് ചെയ്തുകൊണ്ട് ആ ഒരു പേര് തന്നെയാണ് പട്രീഷ്യ ഗെയ്സ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന റിലേഷൻഷിപ്സിനും അതുപോലെ തന്നെ പീപ്പിളിനും ഹോസ്പിറ്റാലിറ്റിക്കും ലവിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിൽ കാണാൻ കഴിയും. പിന്നെ ഐ എന്നുള്ളതിൽ നിന്നും വി എന്നുള്ള രീതിയിലാണ് നറേഷൻ വരുന്നത് അല്ലേ. അപ്പോൾ അതിലും ഒരു നമ്മളെന്നുള്ളൊരു ഫീലിംഗ് അല്ലെങ്കിൽ ഞങ്ങൾ എന്നുള്ളൊരു ഫീലിംഗ് ആണ് ഇതിൽ വരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു പൊസിഷൻസിന് അത്ര വാല്യൂ ചെയ്യുന്നില്ല, റിലേഷൻഷിപ്പിൻ്റെ അത്ര പൊസിഷൻസിന് വാല്യൂ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. പിന്നെ മയോറി കമ്മ്യൂണിറ്റിൻ്റെ ഓർഡിനറി എവറിഡേ ലീവ്സാണ് ഇതിൽ കാണിക്കുന്നത്. പിന്നെ നമ്മൾ കണ്ടു അല്ലേ അപ്രോച്ച് ഓഫ് അഡൽട്ട്സും അതുപോലെ തന്നെ ദാറ്റ് ഓഫ് ചിൽഡ്രനും എത്ര ഡിഫറെൻ്റ് ആണെന്നുള്ള രീതിയിലും നമുക്ക് ഈ ഒരു സ്റ്റോറി വായിക്കാം. അപ്പോൾ അതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും എന്താണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ഈ ഒരു
സ്റ്റോറി വായിച്ച് നോക്കുക. Okay, let's discuss the exercise section in our next class. Thank you all.